അപ്പോൾ ഞാനിന്ന് പാസ്ത ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടതിന്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പാനിൽ. എന്നിട്ട് അതിലേക്ക് കുറച്ച് പാസ്തയും അതേപോലെ കുറച്ച് ഉപ്പ്, ഓയിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. പാസ്തയില്ലേ നമ്മൾ ഈ പാനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്ന പോലെ ഉണ്ടാവും. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്നിലേ ചാനലിൽ പോയി നോക്കാം, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഓൾറെഡി ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, അപ്പം ഫുൾ വീഡിയോ കിട്ടുമേ. ഞാൻ ഇതിൻ്റെ മുന്നേ ചാനലിൽ ഇട്ടെന്ന് പറഞ്ഞില്ലേ പാസ്തൻ്റെ റെസിപ്പി വീഡിയോ, അത് ഇപ്പോഴൊന്നും ഇട്ടല്ല, എനിക്കൊന്ന് ചാനൽ തുടങ്ങിയ ആ ഒരു ടൈമിൽ ഇട്ടതാണ്. അന്നാണെങ്കിൽ ഞാൻ ഇങ്ങനെ വെജീസൊന്നും വെച്ചിട്ടല്ല കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ആൽഫ്രഡോ പാസ്ത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ക്യാരറ്റ്, ക്യാപ്സിക്കം അതേപോലെ ഉള്ളിയൊന്നും ഇട്ടിട്ടല്ല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, ഐ മീൻ ഡീറ്റെയിൽഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി. ഇതിൽ വെജീസ് ഇടുന്നുണ്ട്, അതിൽ വെജീസ് ഇടുന്നില്ല, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാനിതാ നമ്മുടെ പാസ്ത ഇവിടെ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ബോയിലായി വരുന്ന ടൈം കൊണ്ട് ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ റെഡി ആക്കാമെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ ഞാനിവിടെ ക്യാപ്സിക്കം അതേപോലെ ക്യാരറ്റ്, കുറച്ച് ഈ ആകെ ഞാൻ ഹാഫ് ഓണിയനെ എടുത്തിട്ടുള്ളൂ, പക്ഷെ അത് കംപ്ലീറ്റ് ഒന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെ വെജീസാണോ ഇടാൻ ഇഷ്ടം അതൊക്കെ ഇടാം. ഇനി അതല്ല, ഇനി ചിക്കനാണ് ഇടാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചിക്കനൊന്ന് വേവിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്താലും മതി കേട്ടോ. ഞാനിവിടെ വെജീസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഇതാ കംപ്ലീറ്റ് എല്ലാതും വേഗം ഒന്ന് കട്ട് ചെയ്ത് റെഡി ആക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ അതാ ഇവിടെ ഒരു ചെറിയൊരു കഷ്ണം ബട്ടർ എടുത്തിട്ട് പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ക്യാപ്സിക്കം ക്യാരറ്റൊക്കെ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് വാട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഒന്നിലേ നിങ്ങൾക്ക് ഓയിലിൽ എടുത്താലും മതി, പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇവിടെ ബട്ടർ ഉള്ളതുകൊണ്ട് ബട്ടറിൽ ചെയ്യുന്നതെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ബട്ടർ ജസ്റ്റ് ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത വെജീസില്ലേ അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതൊന്ന് വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി പാസ്തയിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം ഇതിലും കുറച്ച് ഉപ്പിട്ടാൽ മതി. കാരണം കംപ്ലീറ്റ് ഒന്ന് ഇതായി വരുമ്പം ഒരുപാട് ഉപ്പായി പോകും. അഥവാ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാമല്ലോ. ഒന്ന് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇത് ഏറെക്കുറെ റെഡി ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അത് ഫ്രൈ ആയി വന്നതിന് ശേഷം ഞാനൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കണേ. പിന്നെ ക്യാരറ്റൊന്നും ഒരുപാട് അങ്ങനെ വെന്ത് ഇതാവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഞാനിതാ ഒരു ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഈ പാനിൽ തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മെൽറ്റായതിനു ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ആകെ 2 വെളുത്തുള്ളി എടുത്തിട്ടുള്ളതിന് കേട്ടോ. അത് നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തതുകൊണ്ടാണ് ഇത് കുറേ ഉള്ള പോലെ തോന്നുന്നത്. ഞാൻ ഇവിടെ ആകെ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. പിന്നെ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് വേഗം കരിഞ്ഞു പോകും. എന്നിട്ട് ഇതിലോട്ട് തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇല്ലേ അതും ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പോളം ഒഴിച്ചിട്ടുള്ളതിനു കേട്ടോ. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന ടൈമില്ലേ, ആ ടൈമിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെജീസില്ലേ അത് കംപ്ലീറ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പാസ്തയില്ലേ അതും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറിഗാനോ അതേപോലെ നമ്മുടെ ചീസില്ലേ അതൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ ചീസൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, എനിക്ക് അങ്ങനെ ചീസിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല, ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ പറയില്ല, ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി ചാനലിലുണ്ട്, നിങ്ങൾ പോയി കണ്ടു നോക്കൂ. അങ്ങനെ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഇതിൽ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മേലെ തന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ എരിവ് ഒരുപാട് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പെപ്പർ പൗഡർ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ആകെ ചില്ലി ഫ്ലേക്സാണ് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, അപ്പം അങ്ങനെ വലിയ എരിവൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം പെപ്പർ പൗഡർ ആഡ് ചെയ്തത്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു ബൗളിലോട്ട് സെർവ് ചെയ്യുന്നുണ്ട്.
അങ്ങനെ സക്സസ്ഫുള്ളി എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ കരുതിയിട്ട്. പിന്നെ ഒന്നാമത് എൻ്റെ ഫോണിൽ നല്ല സ്പേസ് കുറവാണ്. അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസ് കൊടുക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. സോ ഇതാ പാസ്ത റെഡി. നല്ല ഡിലീഷ്യസ് പാസ്ത. ഞാൻ വെറുതെ പറയില്ല കേട്ടോ, ശരിക്കും പാസ്ത ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതെന്തായാലും ഇഷ്ടമാവും. നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ ഞാൻ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ല ഓറഞ്ച് ജ്യൂസ് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓറഞ്ച് ജ്യൂസും അതേപോലെ പാസ്തയും കഴിക്കാൻ നിൽക്കുകയാണ്. എൻ്റെയും എൻ്റെ മോൻ്റെയും വൺ ഓഫ് ദ മെയിൻ ജ്യൂസാണ് ഈ ഓറഞ്ച്. കാരണം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ജ്യൂസിൽ ഒന്നാണിത്. എനിക്ക് പൊതുവേ സ്ട്രോബെറി, ഓറഞ്ച്, മാംഗോ എനിക്ക് ഒട്ടുമിക്ക ജ്യൂസും എനിക്ക് ഇഷ്ടമാണെങ്കിലും എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ജ്യൂസാണ് ഓറഞ്ച്. ഞാൻ പിന്നെ അങ്ങനെ രാവിലെ ചായയും കോഫി അങ്ങനത്തെ സംഭവങ്ങളൊന്നും അങ്ങനെ വല്ലാണ്ട് കഴിക്കാത്തതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ മിനിയാന്ന് സൂക്ക് പോയി എന്ന് പറഞ്ഞില്ലേനോ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ. ആ ടൈമിൽ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം. എന്താ അതിൻ്റെ പേര് പാലക്കോ അങ്ങനെ എന്തോ ആണ്. സത്യം പറഞ്ഞാൽ ഇതെങ്ങനെ ഉണ്ടാക്കലെന്ന് പോലും എനിക്കറിയില്ല. എന്നിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ഓരോ വീഡിയോ കണ്ടുപിടിച്ച് അങ്ങനെയാണ് ഏതൊക്കെയോ വീഡിയോയിൽ ഞാൻ അങ്ങനെ കണ്ട് പരിപ്പും പാലക്കൊക്കെ വെക്കുന്നത്. അങ്ങനെ ആ റെസിപ്പി വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഉണ്ടാക്കുകയാണ്. ഇത് നന്നാവോ ഇല്ലേ എന്താണെന്നൊന്നും എനിക്കറിയില്ല. എനിക്കാണെങ്കിൽ ഇത് ഞങ്ങളാകെ ഇവിടെ 2 ആൾക്കാരല്ലേ ഉള്ളൂ, എത്ര ഇടണമെന്ന് പോലും എനിക്ക് മര്യാദയ്ക്ക് അറിയില്ല. എന്നാലും ഞാൻ ആ ഒരു വീഡിയോ നോക്കിയിട്ട് എൻ്റേതായ രീതിക്ക് കുറച്ച് ഉണ്ടാക്കുകയാണ്. അങ്ങനെ കറിക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ കുറച്ച് പാലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം ഒന്ന് വാഷ് ചെയ്ത് അതിലെന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കംപ്ലീറ്റ് നല്ലോണം ഒന്ന് വാഷ് ചെയ്ത് എന്നിട്ട് അതിൻ്റെ അടിഭാഗമൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആ സ്റ്റമ്മ് പോലത്തെ അതുണ്ടല്ലോ, അതെടുക്കുമോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാനിതിൻ്റെ ഇല മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ, വല്ലാണ്ട് അടിയിലോട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടില്ല. ഒന്നാമത് ഞാൻ പറഞ്ഞില്ല എനിക്കറിയില്ല ഈ സംഭവം എങ്ങനെ ഉണ്ടാക്കലെന്ന് തന്നെ. അപ്പോൾ ഇതിൻ്റെ കടിഭാഗം എടുക്കുമോ എന്താവും ഒന്നും എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ അതിൽ ജസ്റ്റ് ആ ലീഫില്ലേ അത് മാത്രമേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളേനു. ബാക്കി അതിൻ്റെ ആ സ്റ്റെമ്മൊക്കെ ഞാൻ കളഞ്ഞിട്ടോ. എന്നിട്ട് പിന്നെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നല്ലോണം ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുത്ത് എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ആ വീഡിയോയിൽ കണ്ടത് ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ ഞാനിതാ ഇതിലേക്ക് കുറച്ച് ഉള്ളിയൊക്കെ എത്രയാണോ എടുക്കലെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല അതിൻ്റെ മെഷർമെൻ്റ് ഒന്നും. എങ്കിലും എൻ്റേതായ രീതിക്ക് ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ടേനെ. ഞാൻ നമ്മൾ നേരത്തെ പാസ്തക്ക് എടുത്തില്ലേനോ അതിൻ്റെ ബാക്കി ഉള്ളി ഇട്ടാൽ ഞാൻ അതിന് എടുത്തിട്ടുള്ളേനു. അങ്ങനെ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തക്കാളിയും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ 4 മുളകാട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ 4 മുളകും ജസ്റ്റ് ഇതിലോട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ ഈ ഒരു കപ്പിന് 1 കപ്പ് പരിപ്പാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് മതിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അതുകൊണ്ട് ഞാൻ ഈ ഒരു കപ്പിന് 1 കപ്പ് പരിപ്പെടുത്തിട്ട് അത് നല്ലോണം കേക്കിയിട്ട് കുക്കറിലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ പാലക്കെന്നാ തോന്നുന്നുണ്ട് കേട്ടോ. പാലക്കന്നെ. എന്നിട്ട് പാലക്കും പിന്നെ അതേപോലെ ഉള്ളി, തക്കാളി, പച്ചമുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സംഭവങ്ങൾ കംപ്ലീറ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഞാൻ ഇവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ അങ്ങനെ പ്രത്യേകിച്ചൊരു കണക്കിലൊന്നും അല്ല കേട്ടോ ഒഴിച്ച് കൊടുത്തത്, ഇത്ര മതിയായിരിക്കും എന്നെനിക്ക് തോന്നിയിട്ട് ഒഴിച്ച് കൊടുത്താണ്. പിന്നെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിത് കുറേ ആയോ എന്നൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല. എങ്കിലും നിങ്ങൾക്ക് എത്ര ആവശ്യമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് 3 വിസിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് വിസിൽ വരുന്ന ടൈമുണ്ട്. ഞാൻ എൻ്റെ മോന് ഉച്ചക്ക് ബ്രോക്കലി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓന് പിന്നെ അതിന് മാത്രമൊന്നും വേണ്ടല്ലോ, ആകെ ഒരു 3-4 പീസ് മതി. അതന്നെ ഓൻ തിന്നലില്ല മെയിനായിട്ട്. അങ്ങനെ ഞാനിതാ ഇതിൽ നിന്നൊരു 3-4 പീസ് എടുത്ത് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് വേവിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്.
ഇതിനിപ്പം വേവിച്ചിട്ടല്ല എന്ത് ചെയ്ത് കൊടുത്താലും ഈ ബ്രോക്കലി നല്ല കേട്ടോ. ഓൻ പൊതുവേ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര ബാക്കോട്ടോ. ഓന് എന്ത് കൊടുത്താലും ഓനക്ക് എന്താ പറയുക സാറ്റിസ്ഫൈഡ് ആവണമെന്നുള്ളത് എനിക്കിതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്ത് ഫുഡ് കൊടുത്താലും എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് വേണ്ട. പക്ഷെ മുട്ടായി ആയിക്കോട്ടെ, ഐസ്ക്രീം ആയിക്കോട്ടെ, ലേസ് ആയിക്കോട്ടെ, ഇതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡാണ്. പക്ഷേ ഇങ്ങനത്തെ എന്തെങ്കിലും നല്ല കാര്യം തിന്നാൻ വേണ്ടിയിട്ട് എൻ്റെ മോന് ഭയങ്കര ബാക്കോട്ടോ. അങ്ങനെ ഞാനിവിടെ ആകെ ഒരു 3-4 പീസ് ബ്രോക്കോളി എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനിതാ ഇവിടെ ഒരു പാന് ചൂടാക്കില്ല, പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ബ്രോക്കോളി ഇട്ട് കൊടുക്കുക, എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി ഇടുന്നത് ഷൂട്ട് ചെയ്തിട്ടില്ല, സംഭവം എനിക്ക് മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് കുറച്ച് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുളകൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ ഇവനായതുകൊണ്ട് അങ്ങനെ മുളകൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളകൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെക്കുക. അതൊന്ന് ഇതൊക്കെ വേഗം വെന്ത് വരും കേട്ടോ. അങ്ങനെ കുറേ നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വേഗം ഇത് വെന്ത് വരും. അങ്ങനെ ഈ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വരൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടേനോ വെന്തിട്ടുണ്ടേനോ എന്നുള്ളത്. അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട്. എങ്കിലും കുറച്ച് നേരം കൂടിയും ഒന്ന് വെന്തോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് നേരം കൂടിയും ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടുണ്ടേനോ കേട്ടോ. അങ്ങനെ അതിനുശേഷം ഇവിടെ ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇതെന്ത് മീനാണെന്നൊന്നും എനിക്കറിയില്ല, എന്തോ ഒരു മീനാണ്. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, മുളക് പൊടി ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിഷ് മസാല ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ ഫിഷ് മസാല ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ ഞാൻ ഇവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. ഒന്നാമത് മീനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരുന്നുണ്ടേനു. അപ്പോൾ പിന്നെ കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് വെള്ളം ഒഴിക്കാണ്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിനൊക്കെ ശേഷം ഞാൻ പിന്നെ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ പാലക്കില്ലേ അതിലേക്ക് വറവിടണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു പാന ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും അതേപോലെ കടുകിട്ട് നല്ലോണം പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ലേനു. എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലോണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോവുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പാലക്കില്ലേ അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനിതാ നെക്സ്റ്റ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പണിയിലോട്ട് നീങ്ങുകയാണ്. ഞാനിവിടെ ഒരു കഷ്ണം ക്യാരറ്റും അതേപോലെ 2 ബീട്രൂട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതന്നെ എനിക്കിവിടെ ഉപ്പേരി ബാക്കിയാണ് ഉണ്ടാവല്. ഞാൻ മോനും കുറച്ച് തിന്നോളൂ, പിന്നെ ഞാനും കുറച്ച് തിന്നോളൂ, പിന്നെ ആകെയുള്ളത് ഇക്കാക മാത്രമേ ഉള്ളൂ തിന്നാൻ. അതുകൊണ്ട് ഇത്ര ഉണ്ടാക്കിയാൽ തന്നെ എനിക്കിവിടെ ബാക്കിയാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കലുള്ളൂ. അങ്ങനെ ഞാൻ ക്യാരറ്റും അതേപോലെ ബീട്രൂട്ടും നല്ലോണം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കുകയാണ്. അങ്ങനെ ഞാനിതാ ഇത് കംപ്ലീറ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയും അതേപോലെ ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ ഉപ്പേരി. പിന്നെ കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്നാലും ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുക് പൊട്ടിക്കുകയും ഒക്കെ ചെയ്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും ബീട്രൂട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ മുളക് ഇട്ട് കൊടുക്കുക. മുളക് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മുളക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ മീനൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. അങ്ങനെ ഒന്നാമത് നേരല്ലേനു, പിന്നെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ടൈമാണല്ലോ. അതുകൊണ്ട് എനിക്ക് അതിനുള്ള ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുമില്ല, എനിക്കാണെങ്കിൽ വിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ പിന്നെ ചോറ് ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ നമ്മുടെ പാലക്കിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഉപ്പേരി
അതേപോലെ തന്നെ മീൻ പൊരിച്ചതും ഒരു സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ടേനെ. പിന്നെ ബ്രോക്കളി, അത് പിന്നെ എൻ്റെ മോനെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ അതും ഞാനിതാ ഒരു സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിതാ തിന്നാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പാലക്ക് കറി കാണാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിത് ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ ഇവിടെ ഗൾഫിലെത്തിയതിന് ശേഷമാണ് അത്യാവശ്യം കുക്കിംഗ് കുറച്ചും കൂടി പഠിച്ചു വരുന്നത്. മറ്റേത് എനിക്ക് നോൺ വെജ് ഐറ്റംസ് എനിക്ക് നല്ലോണം അറിയുള്ളൂ, വെജ് ഐറ്റംസ് എനിക്ക് അങ്ങനെ അറിയില്ല. അതുകൊണ്ടാണ് എനിക്ക് പാലക്കിൻ്റെ കറിയൊന്നും എനിക്ക് അറിയ പോലും ഇല്ല ഉണ്ടാക്കാൻ. പക്ഷേ ഇക്കാക്കാണെങ്കിൽ പാലക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ ഈ യൂട്യൂബിലൊക്കെ തിരഞ്ഞ് കണ്ടുപിടിച്ച് ഉണ്ടാക്കിയത്. പക്ഷെ ഓരോ ആൾക്കാരും ഓരോ രീതിക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അതിൽ എനിക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് തോന്നിയ സ്റ്റൈലിലാട്ടോ ഞാൻ ഉണ്ടാക്കിയത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും പിന്നെ കുറച്ച് ഉപ്പേരിയും അതേപോലെ മീനും ഒക്കെ കൂട്ടി ഞാനിതാ ചോറ് ഉണ്ണാൻ പോവുകയാണ്. അങ്ങനെ ചോറ് കഴിക്കലും അതേപോലെ ഒരു ചെറിയ മയക്കവും ഒക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു 4:30-5 മണിയൊക്കെ ആയ ടൈമിൽ ഞാൻ കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നൂഡിൽസാണ് ഇൻഡോമി. എനിക്ക് അതിൻ്റെ ഈ ഫ്ലേവർ എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല, പക്ഷേ ഫ്രൈഡ് ചിക്കനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് എനിക്ക് അതിൽ വലിയ ഇഷ്ടമില്ലാത്തൊരു ഫ്ലേവർ. പക്ഷെ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു ഫ്ലേവറാണ്. അങ്ങനെ ഞാനിതാ നൂഡിൽസ് ആ പാക്കൊക്കെ പൊട്ടിച്ച് ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ നമുക്ക് ഓൾറെഡി ഒരു പൗഡർ കിട്ടുമല്ലോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറമെ കുറച്ചും കൂടി ഒരു ചിക്കൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ മസാലയൊക്കെ ഓപ്ഷണലാണ്. ഞാൻ ചില ടൈമിൽ മീറ്റ് മസാല ഒക്കെ ഇട്ട് കൊടുക്കലുണ്ട്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ് ആ ഒരു ഫ്ലേവർ വരുന്നത്. അങ്ങനെ എന്നിട്ട് പിന്നെ അതൊക്കെ വേവിച്ചെടുത്ത് എന്നിട്ട് പിന്നെ ഞാൻ എന്താ ഒരു ബൗളിലോട്ട് അത് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വല്ലാണ്ട് അങ്ങനെ വെള്ളം വറ്റിക്കലില്ല. എനിക്ക് കുറച്ചും കൂടി ഇങ്ങനെ ഒരു വാട്ടറി കൺസിസ്റ്റൻസ് ആണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ളത്. അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് അങ്ങനെ വെള്ളം വറ്റിച്ചെടുക്കലില്ല. എന്നിട്ട് പിന്നെ ഞാൻ ഇതിലേക്കൊരു മുട്ടയും കൂടെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. മെയിൻ റീസൺ എന്താ വെച്ചാൽ എൻ്റെ എന്താ പറയുക, സ്റ്റോറേജ് കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഏതൊക്കെയോ ആപ്പൊക്കെ ഞാൻ ക്യാപ്കട്ടിലാണ് ഓൾറെഡി ഇത് എഡിറ്റ് ചെയ്യൽ. ചില ടൈമിൽ ഞാൻ VN ചെയ്യലുള്ളൂ. അതൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടാണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ മുട്ടൻ്റെ മേലായിട്ടും അതേപോലെ നൂഡിൽസിലൊക്കെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനങ്ങനെ വലിയൊരു എരിവൊന്നും ഉണ്ടാവില്ല. അപ്പം പിന്നെ എനിക്കിങ്ങനെ വല്ലാണ്ട് എരിവില്ലാണ്ട് കഴിക്കാനും കഴിയില്ല. അതുകൊണ്ട് ജസ്റ്റ് കുറച്ചൊരു ടേസ്റ്റിനും എരിവിനും വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനിതാ എൻ്റെ സ്ഥിരം കലാപരിപാടി ക്യാൻഡിൽസ് കത്തിക്കുന്നു. ഒന്നാമത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ക്യാൻഡിൽസിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ആയി അങ്ങനെ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കത്തിക്കുന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ വീഡിയോക്കും ഒരു രസമാണല്ലോ, അതുകൊണ്ടും കൂടിയാണ്. അങ്ങനെ ഞാൻ രാത്രിക്കത്തൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഒന്നാമത് എനിക്ക് തീരെ വയ്യ. അങ്ങനെയൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. പിന്നാണെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതിന് ഞാൻ എങ്ങനെയൊക്കെയോ ആണ് കൊടുക്കുന്നത്. എനിക്ക് ഇവിടുത്തെ തണുപ്പുകൊണ്ട് എനിക്കൊട്ടും സൗണ്ട് തന്നെ വരാത്ത പോലെ മൂക്കൊക്കെ അടഞ്ഞിട്ട് അങ്ങനെതാ എൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വാട്ട ഈറ്റിനിടെ രാത്രിക്കത്ത് ഞാൻ കാണിക്കുന്നില്ല, ഞാൻ ഷൂട്ടും ചെയ്തിട്ടില്ല. മെയിൻ അതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും അതിൻ്റെ കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.